Hallelujah. Stotramappa, 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 Stotramappa. Jesus, thank you, Holy Spirit. Hallelujah. Glory to God, glory to God. യേശുവിന്റെ രക്തത്താൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം, 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 മഹത്വം. യേശുവേ, നിന്റെ സ്തോത്രം, 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 സ്തോത്രം. Hallelujah, hallelujah, hallelujah. Praise the Lord. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ, സ്തോത്രം. Praise the Lord. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ചുവാനായി ദൈവമായ കർത്താവ് അടിയനൊരു നല്ല സന്ദർഭത്തെ ഒരുക്കി തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരംഭത്തിൽ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, 9 മണി ലൈവാണ്. പക്ഷേ പ്രകൃതി നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു 8:45 തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ആർക്കും തന്നെ അറിയില്ല. എല്ലാവരും 9 മണി വിചാരിക്കും എന്ന് ഞാൻ വിചാരിക്കാൻ സാരമില്ല. അവരിടയ്ക്കൊന്നും അതിൽ കയറിക്കോളുമല്ലോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജി ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശു മസിഹ വരാൻ പോകുന്നു. പ്രിയർ, എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് കർത്താവിൻ്റെ വരവിനായി? പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കാം. അല്പനിമിഷത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞാനൊരു കന്നഡ സോങ് ഒന്ന് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പലർക്കും കന്നഡ അറിയാം, എങ്കിലും ഈ ഗാനം നിങ്ങൾക്കൊരു സന്തോഷമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നാം എന്ത് ചെയ്താലും അത് കർത്താവിന് മഹത്വമായി മാറണം. അതാണ് നാം ആഗ്രഹിക്കേണ്ടതെന്ന്. കർത്താവ് ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. നമ്മുടെ ഏത് കാര്യമായിരുന്നാലും അതിൽ ദൈവം നാമം മഹത്വപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഈ ഗാനം പാടിയതിനു ശേഷം പ്രാർത്ഥിച്ച് നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. കർത്താവില്ലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా, నిన్ను నమ్మిని వెతకచుండిని, నిన్ను వెతకుచు పరుగెత్తచుండిని. చూడు యేసయ్యా, నన్ను చూడు యేసయ్యా, చేయి పట్టి నన్ను ఈవు నడువు యేసయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా, నిన్ను నమ్మిని వెతకచుండిని, నిన్ను వెతకుచు పరుగెత్తచుండిని. చూడు యేసయ్యా, నన్ను చూడు యేసయ్యా, చేయి పట్టి నన్ను ఈవు నడువు యేసయ్యా, తలగలందు పెరిగచుండి కన్నీరైతిని, పయక చెప్పుకోలేగ మనసు నీ చేదు, తలగలందు పెరిగచుండి కన్నీరైతిని, పయక చెప్పుకోలేగ మనసు నీ చేదు. లీరు ఎవరు మినుకకు, రారు ఎవరు కనుకకు, చూడు యేసయ్యా, నన్ను చూడు యేసయ్యా, చేయి పట్టి నన్ను ఈవు నడువు యేసయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా, నిన్ను నమ్మిని వెతకచుండిని, నిన్ను వెతకుచు పరుగెత్తచుండిని. చూడు యేసయ్యా, నన్ను చూడు యేసయ్యా,
చేయబట్టి నన్ను ఈవు నడువు యేసయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా. లోకమంత వెలివేయన్ కుంది పోకిరి, నన్నిన వారు నన్ను బీడగ భారమాయిను. లోకమంత వెలివేయన్ కుంది పోకిరి, నన్నిన వారు నన్ను బీడగ భారమాయిను. లీరు ఎవరు వెనుకకు, రారు ఎవరు కనుకకు, చూడు యేసయ్యా నన్ను చూడు యేసయ్యా. నవ్వి పట్టి నన్ను ఈవ నడువు యేసయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా. యేసయ్యా నా కండు ఎవరు లేరయ్యా. నిన్ను నమ్మిని వెదకచుండిని, నిన్ను వెదకుచు పరుగెత్తచుండిని. చూడు యేసయ్యా నన్ను చూడు యేసయ్యా, చేయి పట్టి నన్ను ఈవు నడువు యేసయ్యా. యేసయ్యా నా కండు ఎవరు లేరయ్యా. యేసయ్యా నా కండు ఎవరు లేരയ്യാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചട്ടെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ സന്ധ്യയുടെ വേളയിൽ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു കർത്താവേ. കഴിഞ്ഞ ഒരു പകൽക്കാലം മുഴുവൻ അപ്പച്ചൻ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. ഒരു രാത്രി, ഒരു സന്ധ്യയുടെ യാമം കൂടെ കാണുവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം ചെയ്തു. അപ്പ അല്പനിമിഷം തിരുവചനവുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരട്ടെ. അപ്പ വചനത്തിന് മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്തു. കർത്താവെ, ഇനി കടന്നു വരുവാനുള്ളവർക്കുമായി സ്തുതിക്കുന്നു. എത്രയും പെട്ടെന്ന് അവർ കടന്നു വരട്ടെ. ഇന്നത്തെ വചനത്തെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോടെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ്, മാറത്ത പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായ കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വന്തം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു മാനിച്ചാട്ടെ. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ. രക്തം കൊണ്ട് കഴുകി മുദ്രയിടണം. സകല നന്മകളാൽ നിറയ്ക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നല്പം ആള് കുറഞ്ഞു പോയാലും നമുക്കൊന്നും വിഷമമില്ല. കാരണം അത് നമ്മുടെ കുഴപ്പമാണല്ലോ, നമ്മളാണല്ലോ ആ സമയത്ത്, അതായത് സമയമല്ലാത്തൊരു സമയത്താണ്. കുഴപ്പമില്ല. കാരണം പ്രകൃതി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഇവിടെ മഴ അല്പമായിട്ട് വന്നാൽ പോലും കറണ്ട് കട്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ ഉള്ളത് കൊണ്ടാണ് ലൈവ് ചെയ്യണം. അത് കുറച്ച് സമയമാണെങ്കിൽ പോലും നമുക്ക് വചനവുമായി നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ച തന്നെ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നവർക്കായി ഞാൻ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ അഡ്മിന്മാർ ഷിനു സിസ്റ്റർ, എൻ്റെ ലിനു സിസ്റ്റർ, തെലങ്കാനയിൽ നിന്നും കേരളത്തിൽ നിന്നും എൻ്റെ ഷിനു സിസ്റ്റർ, ഈറോഡിൽ നിന്നും എൻ്റെ റജീന സിസ്റ്റർ, ഇവരൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം ഞാൻ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുക. ദൈവം നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഒരു അല്പ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തന്നെ ദൈവിക നിർണയത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഇന്ന് നാം അല്പമായി ചിന്തിക്കാൻ പോകുന്നത്. പലപ്പോഴും പലർക്കും ദൈവം നമ്മെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് എന്നതെ കുറിച്ച് തിരിച്ചറിവില്ലാതെയാണ് യാത്ര ചെയ്യുന്നത്. പ്രിയരെ, നാം എല്ലാവരും ഒരു യാത്രയിലാണ്, വിശ്വാസത്തിന്റെ യാത്ര.
പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ട്രാക്കിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്ത് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന ദൈവജനം, പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് അരുമനാഥനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആണ്ടവരാകിയ യേശു അവർക്ക് ഒരു നല്ല ഒരു പ്ലാൻ നമ്മെ കൊണ്ട് ഉണ്ട്. பிரியமானவர்களே, ஹல்லேலூயா. நாம் இப்படித்தான் இருக்க வேண்டும் என்பதே ஆண்டவர் ஹல்லேலூயா நமக்காக ஒரு திட்டத்தை அவர் வைத்துக் கொண்டிருக்கிறார். பிரைஸ் தி லார்ட். நாம் கர்த்தருக்குள் பிரியமானவர்களே, இன்றைய தினம் ஹல்லேலூயா அந்த திட்டம் என்ன என்று நாம் சற்று சிந்திக்க போகிறோம். பிரைஸ் தி லார்ட். ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ കർത്താവിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് എന്താണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നാം എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? കർത്താവിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി അഥവാ നിർണയം അതെന്താണ് എന്നത് നാം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഇത് നാം യാത്രയിലാവാൻ. പ്രിയരേ, ഇത് അന്ത്യകാലമാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചാണ് അവൻ തന്റെ തന്ത്രത്തെയൊക്കെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അവന്റെ വഴിയിലൂടെ കൊണ്ടുപോകുവാനായിട്ട്. ആദ്യം ദൈവജനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവിക നിശ്ചയം എന്താണ്? ദൈവിക പദ്ധതി എന്താണ്? നമ്മളെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളായി നമുക്ക് യാത്ര ചെയ്യണം പ്രാർത്ഥനയോടുകൂടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നേക്ക് പലർക്കും, പ്രിയ ദൈവമക്കളെ, ദൈവിക ആലോചനകൾ അതെ പലരും അവിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചോ പ്രവചിച്ചോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും പലരും അത് വിശ്വസിക്കാറില്ല. അതായത് അവിശ്വാസം ഉള്ള ഒരു തലമുറയെ കാണുവാനായിട്ട് കഴിയുന്നു. ഇത് ശരിയായിരിക്കുമോ? അങ്ങനെ നടക്കുമോ? അവർ പറഞ്ഞതുപോലെ, ആ ദൈവദാസൻ പറഞ്ഞതുപോലെയൊക്കെ നടക്കുമോ? അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്രാർത്ഥിക്കട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതികൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, മനുഷ്യൻ മാറിയാലും ദൈവിക വാഗ്ദത്തങ്ങൾ മാറുകയില്ല. ദൈവിക പദ്ധതികൾക്ക് മാറ്റം വരികയില്ല. അത് ദൈവം തക്ക സമയത്ത് നിറവേറ്റുക തന്നെ ചെയ്യും. ആമേൻ പറഞ്ഞാട്ട് ദൈവജനമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. സർവഭൂമിയെ കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു: സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നവൻ അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. അത് മടക്കുന്നവൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, അതേപോലെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെ കുറിച്ച് പിശാചിനും ചില നിർണയങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവിക നിർണയവും ഉണ്ട്, പൈശാചിക നിർണയവും ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവ പൈതലെ, നമുക്കറിയാം മോശയെ കുറിച്ച് ദൈവത്തിന് ഒരു നിർണയം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ എന്ന ലേവ്യ സന്തതി ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി മാറി. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന ന്യായപ്രമാണ പുസ്തകം എഴുതണം എന്നതാ ദൈവിക പദ്ധതിയിലൊന്നായിരുന്നു. 40 വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമി വഴിയായി വഴിനടത്തി കൊണ്ടുവരുന്ന ഒരു നടത്തിപ്പുകാരനായിട്ട് ദൈവം മോശയെ അതേ പ്രിയരെ കണ്ടിരുന്നു എന്നത് അത് ദൈവിക നിർണയം അഥവാ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
പ്രിയരെ, പിശാചിനും മോശയെ കുറിച്ച് ഒരു നിർണയം ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവ പൈതലെ, മോശ ജനിക്കും മുൻപേ എന്താണ് ചെയ്യുന്നറിയാമോ? 2 വയസ്സിന്, അതായത് മോശ ജനിച്ചതിന് ശേഷം 2 വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാനായിട്ട് പിശാചാണവൻ പദ്ധതിയിടുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ കൂട്ടത്തിൽ മോശയും അങ്ങ് മരിച്ചു പോകും, അല്ലെ? ഇതൊക്കെയാണ് പൈശാചിക നിർണയം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ശത്രുവായവൻ നിന്നെ കൊന്നുമടിക്കുവാൻ പദ്ധതിയിടുമ്പോൾ ദൈവിക നിർണയം മിസ്രൈമിലെ ഫറവോന്റെ മടിയിലും കൊട്ടാരത്തിലും വളരുക എന്നതാണെന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ തകർച്ചയെ കാണുവാൻ ശത്രു കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ നിന്റെ മേൽ ആരെ കൊണ്ടും തകർക്കുവാൻ കഴിയാത്ത ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു കുഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്ന് തിരിഞ്ഞു നോക്കണം. പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രതിസന്ധികൾ, എത്രയോ പ്രതികൂലങ്ങൾ നിനക്ക് മുൻപിൽ അവിടെ കടന്നു പോയില്ലേ? ഈശാനമുലെ 4 സൈഡിൽ നിന്നും അടിച്ചു പൊങ്ങി കടന്നു വന്നത്. എന്നാൽ ഹല്ലേലൂയ കുഞ്ഞേ, നീ അറിയാത്ത നിലകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിച്ചു മാനിച്ച ചില സാഹചര്യങ്ങൾ നിന്റെ മുൻപിലുണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നീ അത് ചിന്തിച്ചു കൊള്ളണം. ആകെ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കറിയാം എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹാമാൻ ഒരു കാര്യം നിർണയിച്ചു. എന്താണെന്നറിയാമോ? 127 സംസ്ഥാന രാജ്യങ്ങളെ അടക്കി വാഴുന്ന അഹശ്വേരോസ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രമാണിയും പ്രസിദ്ധനുമായിരുന്ന ഹാമാൻ, പ്രിയരെ, ഒരു കാര്യം നിർണയിച്ചത് ഇങ്ങനെയാ. എന്താണെന്നറിയാമോ? യഹൂദ ജനത്തെ മുഴുവൻ ഇല്ലാതാക്കണം. ആമേൻ, ഹല്ലേലൂയ. യഹൂദ പരിസയെ മുഴുവൻ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കണം, തുടച്ചു നീക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയരെ, ഇത് ഹാമാന്റെ പദ്ധതിയാ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, എന്നിട്ടും അത് മാത്രമാണോ? ശേഷമായി ലോകത്തിലെല്ലാവർക്കും കാണുവാൻ കഴിയുന്ന 60 മുഴം ഉയരമുള്ള വലിയ ഒരു കഴുമരം താൻ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ പണിതെടുക്കുകയാണ് ചെയ്തത്. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥന മനുഷ്യനായ മോർദെഖായിയെ അതായത് തൂക്കുവാൻ വേണ്ടി പ്രിയരെ ഹാമാൻ വലിയൊരു പദ്ധതി അവിടെ ഇടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല, അഹശ്വേരോസ് രാജാവിന് ഏതാണ്ട് 10,000-ഓളം താലന്ത് കൈക്കൂലി കൊടുത്തിട്ട് രാജാവിന്റെ അധികാരം, അതായത് അധികാരമുള്ള ആ മുദ്രമോതിരം താൻ കൈപ്പറ്റി രേഖയും എഴുതി വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, 127 സംസ്ഥാനങ്ങളിൽ എന്നിട്ട് എന്തെന്നറിയാമോ? ഇത് പ്രസിദ്ധപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. യഹൂദ ജനത്തെ മുഴുവനും ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുക എന്നത് ഹാമാന്റെ വലിയൊരു നിർണയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവിക നിർണയം എന്താണെന്ന് തിരിച്ചറിയണ്ടേ ദൈവജനമേ? പ്രൈസ് ദി ലോർഡ്. ഹാമാൻ ഉണ്ടാക്കിയ ആ അതേ കഴുമരത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവനെ തൂക്കിയിട്ട് രാജാവിന്റെ രഥത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവമക്കളെ, അതായത് അതേ കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിക്കൊല്ലുവാൻ അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി എന്നത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, അല്ലെങ്കിൽ ദൈവങ്ങളെ രാജാവിന്റെ രഥത്തിൽ കുതിരപ്പുറത്ത് മോർദെഖായിയെ എന്നിട്ട് എന്തെന്നറിയുമോ? കയറ്റിയിരുത്തി രാജാവിന്റെ വസ്ത്രം മോർദെഖായിയെ ധരിപ്പിച്ചു. എന്റെ പ്രിയരെ, രാജാവിന്റെ കിരീടം മോർദെഖായിക്ക് വെച്ചു കൊടുത്തു. എന്നിട്ടും മാത്രമല്ല, അതേ കഴുമരം ഉണ്ടാക്കി അവനെ കൊണ്ട്, അതായത് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്നത് ഇങ്ങനെ ചെയ്യുമെന്ന് വിളിച്ചു പറയിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അതാണ് എന്താണ് പ്രിയ ദൈവം വിളിച്ചു പറയിപ്പിക്കുന്നത്? ദൈവനിർണയത്തിൽപ്പെട്ട കാര്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം ഒരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അതേ പ്രിയരെ ലോകത്തിലുള്ള ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ആർക്കും തന്നെ അതിനെ ദുർബലപ്പെടുത്തുവാൻ, അതിനെ നശിപ്പിക്കുവാൻ, അതിനെ ഒന്ന് തൊടുവാൻ പോലും കഴിയുകയില്ല എന്നത് ഇന്ന് രാത്രികാലം വചനത്തിലൂടെ മനസ്സിലാക്കിക്കൊള്ളണം. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലെ, സഹോദരനെ സഹോദരിയെ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുയരുമ്പോൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ നീ അധൈര്യപ്പെട്ടു പോകരുത്. നിന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്.
അല്ലെങ്കിൽ ദൈവം നിന്റെ മേൽ വെച്ചിരിക്കുന്ന അതേ നിർണയം മാത്രമേ നടപ്പിലാക്കിയുള്ളൂ എന്നത് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞെ, ഈ നാളുകളായി ദൈവത്തിന്റെ പദ്ധതി എന്താണ്, കർത്താവേ എന്റെ മുന്നിലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ മുട്ട് താണിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്ന് രാത്രികാലം നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. നമുക്കറിയാം, ഏലിയാവിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ദൈവമക്കളെ, ഇസബേൽ എന്ന ഒരു സ്ത്രീ ഒരു കാര്യം നിർണയിച്ചു. എന്താണെന്നറിയാമോ? പ്രാർത്ഥന വീരനായ ഏലിയാവിനെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തലവെട്ടി ശരീരം കഴുകന്മാർക്ക് തിന്നാൻ കൊടുത്ത് അസ്ഥികൾ ചിതറിക്കുന്നതെന്ന് ദൈവമക്കളെ, ഈ വെല്ലുവിളി ഇസബേൽ ലോകത്തിന്റെ മുൻപിൽ പ്രസിദ്ധപ്പെടുത്തി എന്ന വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. എന്നാൽ ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണ്ടേ ദൈവമക്കളെ? ഏലിയാവിനെ കൊണ്ട് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യണമെന്നത് ദൈവിക പദ്ധതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്ന ദൈവജനം, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ പറഞ്ഞു തുടങ്ങണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, ഗിൽഗാൽ, ബേഥേൽ, യെരിഹോ, യോർദാൻ, ഇവിടെ എല്ലാം പ്രൈസ് ദി ലോർഡ് താൻ യാത്ര ചെയ്യണമെന്നുള്ളതും ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നു. ഏലിയാവിനെ അത് മാത്രമല്ല, ദൈവമക്കളെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളപ്പെടണം എന്നതും ദൈവിക നിർണയത്തിൽപ്പെട്ട കാര്യമായിരുന്നു എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസബേലേ, നീ എന്തെല്ലാം പറഞ്ഞാലും ദൈവം ഏലിയാവിനെ കുറിച്ച് ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഏലിയാവിനെ കുറിച്ച് ദൈവം ഒരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം നടപ്പിലാക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിന് മുൻപിലായിരിക്കുന്ന ദൈവ പൈതലെ, ഏലിയാവിനെ കൊന്നുകളയുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവിക പദ്ധതി തന്നെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നിനക്കെതിരായി, ദൈവ സഭയ്ക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി പരമോന്യ ശക്തികൾ, ആമാന്യ ശക്തികൾ, ദൈവ പൈതലെ, പൈശാചിക ശക്തികൾ നിന്നെ കൊന്നുമുടിക്കുമെന്ന്, നിന്റെ ശരീരം കഴുകന്മാർക്ക് കൊടുക്കുമെന്ന്, നിന്റെ അസ്ഥികൾ ചിതറിക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ നീ അധൈര്യപ്പെട്ട് പോകരുത്. വചനം എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നീ ശക്തിപ്പെടണം. സമയഭേദം കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് നിലവിളിക്കുവാൻ കഴിയുമോ? നിനക്കെതിരായി വരുന്ന സകല പൈശാചിക പോരാട്ടങ്ങളെ കർത്താവ് ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലെ അകറ്റിക്കളയുന്ന ഒരു ദിവസമായി മാറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന നമുക്കൊരു വലിയ കോട്ടയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം മറുഭാഗത്ത് ദൈവിക നിർണയങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടേയിരിക്കും പ്രിയരെ. ഹല്ലേലൂയ. പിശാചാണവൻ നമ്മെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമുക്കെതിരായി നിന്ന് വെല്ലുവിളിച്ചാലും ശരി, നമ്മളെ അപമാനിച്ചാലും ശരി, എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും അധൈര്യപ്പെട്ടു പോകരുത്. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരും. ദൈവ പൈതലെ, കർത്താവ് നമ്മുടെ തന്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ വിട്ടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സിംഹത്തിന്റെ ഗുഹയിലും ദൈവത്തിന്റെ ദാസനായിരുന്ന ദാനിയേലിനെ ഹല്ലേലൂയ കർത്താവ് അവിടെ സൂക്ഷിച്ചു എങ്കിൽ, ദൈവം രക്ഷിച്ചു എങ്കിൽ, എന്റെ പ്രിയ സഹോദരനെ, സഹോദരിയെ, നിനക്കെതിരായി വരുന്ന ഏത് ശത്രുതയായിരുന്നാലും ശരി, ഏത് വെല്ലുവിളിയായിരുന്നാലും ശരി, ഇന്ന് രാത്രികാലം നീ പതറിപ്പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പ്രിയ ദൈവ പൈതലെ, 14 ലേഖനങ്ങൾ എഴുതിയ ധന്യനായ പൗലോസിനെ കൊന്നിട്ടല്ലാതെ ജലപാനീയം പോലും കുടിക്കത്തില്ല എന്ന് ചിലർ വെല്ലുവിളിക്കുക. ശക്തനായ ദൈവത്തിന്റെ അഭിഷിക്തനെ അല്ലെ ശുശ്രൂഷ പൂർത്തീകരിക്കും മുൻപേ, ലേഖനങ്ങൾ എഴുതി തീരും മുൻപേ, പ്രിയരെ, ഹല്ലേലൂയ, ദൈവിക പദ്ധതി പൂർത്തീകരിക്കും മുൻപേ നശിപ്പിച്ചു കളയുവാൻ 40 പേർ തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് റോമിൽ കൈസരുടെ മുൻപിൽ യേശു തന്നെ കർത്താവെന്ന് വിളിച്ചു പറയുവാൻ ദൈവം നിർണയിക്കുന്നു എങ്കിൽ പിന്നെ എന്തിനാ ധൈര്യപ്പെടാനാ? പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ
ഹല്ലേലൂയ നിനക്കെതിരാകട്ടെ, ശക്തമായ ഈശാന മൂലം നിനക്കെതിരായി വരട്ടെ. ഹല്ലേലൂയ നീ പതറിപ്പോകരുത്. അല്ലെങ്കിൽ പടക് ഇടയട്ടെ, പ്രിയ ദൈവ പൈതലെ കപ്പൽ ഇടയട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, അധൈര്യപ്പെട്ടു പോകരുത്. നിന്റെ മേലുള്ള ദൈവിക പദ്ധതി അഥവാ ദൈവിക നിർണയം അത് കർത്താവ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നമുക്കറിയാം യാക്കോബിനെ വാളാൽ കൊന്നു എന്ന നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതേ പ്രിയരെ, പത്രോസിനെ അറുത്തു കൊല്ലുവാൻ ഹേരോദാവ് പദ്ധതി കിട്ടും. പക്ഷേ പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു. എന്നിട്ടും പ്രിയരെ 1, 2, 3 കാവലുകൾ ഇട്ട പുറത്ത് വലിയൊരു ഗേറ്റും ഇട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, ഹേരോദാവ് അറിഞ്ഞില്ല ഒരു സത്യം. എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരു സഭ അവൻ പത്രോസിന്റെ പുറകിലുണ്ടെന്നുള്ളത് ഹല്ലേലൂയ ഹേരോദാവ് അറിഞ്ഞിരുന്നില്ല. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, അത്യുന്നതന മറവിലിരിക്കുന്ന അല്ലെങ്കിൽ അത്യുന്നതന മറവിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പത്രോസിന്റെ പുറകിലുണ്ട് എന്നത് ഹേരോദാവ് ഈ സത്യം അറിഞ്ഞിരുന്നില്ല. അവൻ പറഞ്ഞാട്ട് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നു? പത്രോസിന്റെ ശിരസ് ഛേദിക്കുവാൻ കാത്തിരിക്കുന്ന ഹേരോദാവ് അറിഞ്ഞില്ല ദൈവിക നിർണയം എന്താണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. 1, 2, 3 കാവലുകൾ തുറന്ന് ചങ്ങലകളെ പൊട്ടിച്ച് പത്രോസിനെ പുറത്ത് കൊണ്ടുവരിക ചെയ്തത്. ഹല്ലേലൂയ. പത്രോസ് സുഖമായിട്ട് കിടന്നിറങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനെ ദൈവത്തിന്റെ ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ച് പത്രോസിനെ വെகு ദൂരം കൊണ്ടുപോയി വിടുന്നത് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഹേരോദാവിന്റെ പദ്ധതി ആകെ പൊളിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ തകർച്ച കാണുവാൻ, അല്ലെങ്കിൽ നിന്റെ വീഴ്ച കാണുവാൻ, നിന്റെ ശൂന്യതയെ കാണുവാൻ, നിന്റെ കുടുംബത്തിന്റെ അപമാനം കാണുവാൻ, നിന്റെ കുടുംബത്തിലെ പരാജയം കാണുവാൻ പ്രൈസ് ദി ലോർഡ് കാത്തിരിക്കുന്ന ചില പൈശാചിക മേഖലകൾ പ്രൈസ് ദി ലോർഡ് കുഞ്ഞേ ഹല്ലേലൂയ നിനക്ക് മുൻപിലായി എഴുന്നേറ്റു എന്ന് വരാം. പക്ഷേ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്. പ്രാർത്ഥനയോടുകൂടെ ഉപവാസത്തോടുകൂടെ ഈ നാളുകളായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ അടുത്ത് വന്നാൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച് നിന്നെ വിടുവിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതനെ അയച്ച് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമാ നിന്നെയും എന്റെയും മുൻപിലുള്ളത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ അപ്പന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് സ്തുതിച്ചാട്ടെ. ആകയാൽ പ്രിയ ദൈവ പൈതലേ, ദൈവിക നിശ്ചയത്തെ പ്രാപിക്കുവാൻ ഈ നാളുകളായി നാം കാത്തിരിക്കണം. ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം സമയങ്ങളെ ചിലവഴിക്കുമ്പോൾ നിശ്ചയമായും കർത്താവ് ഇറങ്ങി വരുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലോകം നമ്മെ നോക്കി എന്തെല്ലാം പറഞ്ഞാലോ, കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞാലോ, കൊള്ളരുതാത്തവളെന്ന് പറഞ്ഞാലോ പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലേ, നീ ഒന്നുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. കർത്താവ് ഇറങ്ങി വരും തക്ക സമയത്ത്. അവൻ നമ്മളോട് ഇടപെടുന്ന ദൈവമാ, നമുക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമാ, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാ, നമ്മളോട് ഇടപെടുന്ന കർത്താവാ. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയരെ, ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ മുൻ നിർണയിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചും ഇരിക്കുന്നു എന്ന വചനം വ്യക്തമാക്കുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവ പൈതലേ, ദൈവത്തിന് നമ്മെ കുറിച്ചൊരു നിർണയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നമുക്കറിയാം ഹേരോദാവ് ഒരു പ്ലാൻ ചെയ്തു, ഒരു പദ്ധതി ഉണ്ടാക്കി. എന്താണെന്ന് അറിയാമോ? സകല ആൺകുഞ്ഞുങ്ങളെയും 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ ഹേരോദാവ് ഒരു പദ്ധതി കിട്ടും. എന്നാൽ ദൈവ പൈതലേ, ആ കൂട്ടത്തിൽ യേശുവിനെയും കൊന്നുകളയുവാനാ ഹേരോദാവ് ചിന്തിച്ചത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ. ആമേൻ. ഹല്ലേലൂയ. ഈ കൂട്ടത്തിൽ അവരെ കൂടെ കൊന്നുകളയുവാൻ അവിടെ ഹേരോദാവ് ഒരു പദ്ധതി ഇടുന്നത് കാണുവാൻ കഴിയുന്നു. എന്നാൽ പ്രിയമുള്ള ദൈവമക്കളെ, കാൽവരി ക്രൂശിൽ ഈ കള്ളന്മാരുടെ നടുവിൽ 3 ആണികളായി തറയ്ക്കപ്പെട്ടവരായി, മുൾക്കിരീടധാരിയായി, ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിത്തന്ന മരിക്കാൻ ആ ദൈവ
ദൈവത്തിന്റെ നിർണയമെങ്കിൽ എത്ര ഹേരോദാവ് വന്നാൽ എന്താ, ഹല്ലേലൂയ, എത്ര സാമാന്യ ശക്തികൾ എഴുന്നേറ്റാൽ എന്താ, എത്ര കഴിവുമരം ഉണ്ടാക്കിയാൽ എന്താ, എന്റെ കുഞ്ഞേ, എന്റെ യേശുവിനെ ഒന്ന് വിശ്വസിക്ക. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. നിന്നെ വിളിച്ച ദൈവം പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്ന കർത്താവല്ല. ആകിയാൽ കർത്താവ് തക്ക സമയത്ത് നിന്നോടുകൂടെ ഇടപെടും. ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കും. ദൂതന്മാരെ അയച്ച് നിന്നെ സഹായിക്കുന്ന, വിടുവിക്കുന്ന, നിന്നെ മാനിക്കുന്ന, നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഒന്ന് കർത്താവിനെ കരങ്ങളിൽ ഉയർത്തി ഇരിക്കുന്ന ഇടത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, രാജാധികാരക്കോ അകാരത്തിനോ രാഷ്ട്രീയ അധികാരങ്ങൾക്കോ ഒന്നും ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. ചില റെക്കമെൻഡേഷനുകളൊക്കെ ചില ഇടങ്ങളിൽ നമ്മെ സഹായിച്ചെന്ന് വരും, പക്ഷേ അത് താൽക്കാലികമാണ്. എന്നാൽ ദൈവിക നിർണയം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധൈര്യത്തോടെ ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ദുഷ്ടപിശാചേ, ആഭിചാരം ചെയ്യുകയോ മന്ത്രവാദം ചെയ്യുകയോ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. തമിഴ് പറയും യന്ത്രം കെട്ടുക എന്ന് പറയും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൊണ്ടും ആധൈര്യപ്പെടുകയില്ല. എന്റെ ദൈവത്തിന്റെ ദൈവിക പദ്ധതി അഥവാ എന്റെ ദൈവത്തിന്റെ നിർണയം മാത്രമേ നടപ്പിലാകുകയുള്ളൂ എന്ന് നാം വിളിച്ചു പറയണം. നാം ഒന്നുകൊണ്ടും നാം ഭാരപ്പെടരുത്. ധൈര്യമായിട്ടില്ല നാം വിളിച്ചു പറയണം. വിളിച്ചു പറയണം ദൈവമക്കളെ. വിസാചവണം തലതാഴ്ത്തിക്കൊണ്ട് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ആകിയാൽ പ്രിയരെ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഏത് ശക്തിയായിരുന്നാലും ഹല്ലേലൂയ, ആ ശക്തിയെ കർത്താവ് തുടച്ചു മാറ്റും കേട്ടോ. നീ ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക പദ്ധതിക്കെതിരെ, ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ, ദൈവിക ആലോചനകൾക്കെതിരെ വിരോധമായി നിൽക്കുന്ന ഏത് നിർണയമായിരുന്നാലും ഇന്ന് രാത്രികാലം കുഞ്ഞേ നിശബ്ദമായി പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവം ദൈവിക നിർണയത്തെ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ഉറപ്പുള്ളവർ, ഹല്ലേലൂയ, പ്രത്യാശയുള്ളവർ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചാൽ. പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ഒരു നിർണയം കർത്താവ് ഹല്ലേലൂയ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ ദുർബലപ്പെടുത്തുവാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല, ആർക്കും തന്നെ കഴിയുകയില്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് രാത്രികാലം നിന്റെ മേൽ നീട്ടാൻ പോകുക. ആരെല്ലാം സമർപ്പിക്കപ്പെടുന്നുവോ എന്റെ കർത്താവേ, ഹല്ലേലൂയ, ഒന്ന് സമർപ്പിച്ചാട്ടെ. അപ്പന്റെ നിർണയമല്ലാതെ, അപ്പന്റെ പദ്ധതി അല്ലാതെ പിശാച് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയും അത് ജയിക്കുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ എന്ന് നാം ശക്തമായി പ്രാർത്ഥിക്കണം. ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും പ്രിയ ദൈവ പൈതലെ ദൈവിക പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. കർത്താവ് ഇറങ്ങി വരുമെന്നേ. തക്ക സമയത്ത് ഇറങ്ങി വന്ന നമുക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞേ, നാളുകളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി നീ നീറിപ്പുകയുകയല്ലേ. ഹല്ലേലൂയ. ഉറങ്ങാൻ കിടന്നാൽ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സുഖമായി കിടന്നിറങ്ങുമ്പോൾ നിനക്ക് ഉറക്കം വരാതെ നീ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലേ. ഉറങ്ങാൻ കിടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന രാത്രിയുടെ യാമങ്ങൾ നീ കാലത്തെ സമയത്തെ കഴിച്ചു കൂട്ടുകയല്ലേ. നിന്റെ ദുഃഖം എന്താണ്, നിന്റെ വേദന എന്താണെന്ന് മറ്റൊരു വ്യക്തിയോട് പറയുവാൻ കഴിയാത്ത തരത്തിൽ നിന്റെ വേദന നിന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷെ കടബാധ്യതയാകാം, ഒരു പക്ഷെ രോഗമായിരിക്കാം. ഈ രോഗം എനിക്ക് ആരോട് പറയാൻ കഴിയുന്നില്ല കർത്താവേ എന്നോർത്ത് വിങ്ങിപ്പൊട്ടി കരയുന്ന എത്രയോ ദിനരാത്രങ്ങൾ നിന്റെ മുൻപിലില്ലേ. കുഞ്ഞേ, ഹല്ലേലൂയ, നീ യോബിനെ ഓർത്ത് നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോബിന്റെ ശരീരമത്രയും നഷ്ടപ്പെട്ടപ്പോഴും ഹല്ലേലൂയ ദൈവ പൈതലേ, വ്രണങ്ങളാൽ വ്രണബാധിതനായി യോബ് കഴിഞ്ഞുകൊണ്ടിട്ട് വന്നപ്പോഴും ഓട്ടിൻ കഷണമെടുത്ത് യോബ് തന്റെ ശരീരത്തെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭമുണ്ടായിരുന്നപ്പോഴും ഹല്ലേലൂയ യോബിന്റെ സഹധർമ്മിണി അഥവാ പത്നി പറയുകയാ, ഇനിയെങ്കിലും മനുഷ്യ ഈ ദൈവത്തെ നീ വിട്ടുകളാം, തള്ളി പറഞ്ഞ് ചത്ത് കളയുവാൻ പറയുമ്പോഴും എന്റെ പ്രിയ സഹോദരനെ സഹോദരിയെ, ഹല്ലേലൂയ, പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനാൽ ഞാൻ എന്റെ ദൈവത്തെ കാണും. ഇന്ന് രാത്രി കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇതുവരെയും ദൈവിക നിർണയത്തെ കുറിച്ച് ചിന്തിക്കാതെ നീ ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവോ? ഇന്ന് രാത്രി കാലം അറിഞ്ഞുകൊള്ളുക, ദൈവത്തിന് നിന്റെ മേലൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അത് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഒരൊറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നമുക്കറിയാം മുടിയനായ പുത്രനെ കുറിച്ച് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്താണ്? അപ്പന്റെ ഓഹരിയും വാങ്ങിക്കൊണ്ട് അവന്റെ അവകാശത്തെ വാങ്ങിക്കൊണ്ട് അവൻ സ്നേഹിതരോടൊപ്പം പോയതാ. പക്ഷേ പോയി ചെന്നത് അവസാനിച്ചത് എവിടെയാണെന്ന് അറിയാമോ? പന്നിക്കൂട്ടത്തിൽ. ഹല്ലേലൂയ. പന്നിക്കൂട്ടത്തിന് നടുവിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നതാ. എന്നാൽ ദൈവ പൈതലേ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പന്നിക്കൂട്ടത്തിൽ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ അവൻ ബോധമുണ്ടായിരുന്നു, സുബോധമുണ്ടായിരുന്നു. അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. തന്റെ അപ്പൻ നിന്ന് അവകാശങ്ങളൊക്കെ ചോദിച്ചു മേടിക്കുമ്പോൾ അവന് സുബോധമുണ്ടായിരുന്നു. പന്നിക്കൂട്ടത്തിന് നടുവിലേക്ക് കടന്നു ചെല്ലുന്നത് വരെ അവന് സുബോധമുണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവ പൈതലേ, ഇപ്പോഴിതാ സുബോധം വന്നു എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, പന്നിക്കൂട്ടത്തിൽ ഇരുത്തി ആയുസ് കഴിക്കാൻ ആ പിശാചിന് പദ്ധതിയെങ്കിൽ കുഞ്ഞെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന്റെ പദ്ധതി അതല്ല. ദൈവം അവന് സുബോധം വരുത്തി. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവം ആ വ്യക്തിക്ക്, ആ മനുഷ്യന് ദൈവം സുബോധത്തെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സുബോധം വന്നപ്പോൾ അവനോട് അപ്പന്റെ അരികിലേക്ക് ഓടി. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഓ എന്റെ അപ്പന്റെ അരികിലേക്ക് എനിക്ക് പോകണം. എന്റെ അപ്പന്റെ വേലക്കാരൊക്കെയും ഭക്ഷിച്ചത് എത്രയോ ഹല്ലേലൂയ വേസ്റ്റ് ആക്കി കളയുന്നു. എന്നാൽ ഞാൻ ഇവിടെ ആഹാരത്തിന് കഷ്ടപ്പെടുന്നു. ഞാൻ ഇവിടെ പന്നിക്കുട്ടത്തിന് പന്നിക്ക് വെച്ചിരിക്കുന്ന തവിട് പോലും തിന്നുവാൻ ആഗ്രഹിച്ച സന്ദർഭം അവന്റെ ജീവിതത്തിലുണ്ടായി. അത്രമാത്രം അവൻ തകർച്ചയുള്ളവനായി പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഞാൻ പിന്നെയും എടുത്തു പറയട്ടെ, അവൻ ഓഹരി അവന്റെ വീതം അവൻ ചോദിച്ചത് സുബോധത്തിലല്ലേ? ഹല്ലേലൂയ. വിറ്റ് കാശാക്കുമ്പോഴും അത് സുബോധത്തിലല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ പന്നിക്കൂട്ടത്തിൽ അതായത് അവൻ പോയപ്പോൾ ദൈവ പൈതലേ, അവന് പോകുമ്പോഴും അവന് സുബോധമുണ്ടായിരുന്നു. പക്ഷേ ആ പന്നിക്കൂട്ടത്തിൽ വെച്ച് അവന് സുബോധം വന്നു എന്നാണ് വചനം പറയുന്നത്. അവിടെ വെച്ച് അവന് സുബോധമുണ്ടായി അല്ലേ? അപ്പോൾ സുബോധം വന്നപ്പോൾ അവന്റെ അപ്പന്റെ അരികിലേക്ക് അവൻ ഓടി വന്നു. അവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, ഓ എന്റെ അപ്പനോട് വന്ന് എനിക്ക് ആ മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ അപ്പനോട് പറയണം, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു അപ്പ, ഇനി അപ്പന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പ എന്ന് പറയണമെന്നൊക്കെ അവൻ തീരുമാനിച്ച് കടന്നു വരിക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പ്രിയരെ, ആ മകൻ അവിടുന്ന് കടന്നുപോയതിനു ശേഷം അപ്പൻ അവിടെ നല്ലൊരു ആഹാരം കഴിച്ചിട്ടുണ്ടാവുമോ? അപ്പൻ നന്നായിട്ട് കിടന്നുറങ്ങി കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പനായി മേഖലയിൽ ആ കൊട്ടാരത്തിന്റെ കിളിവാതിലിൽ നിന്ന് എന്നേക്കും ആ ഗേറ്റിന്റെ അവിടേക്ക് നോക്കാറില്ലേ? അപ്പന്റെ മകൻ എപ്പോഴെങ്കിലും തിരികെ വരുമോ, മടങ്ങി വരുമോ എന്ന് അപ്പൻ ഇങ്ങനെ നോക്കും. വരുന്നവരെ പോകുന്നവരെ എല്ലാം നോക്കും. എന്നിട്ട് ഹല്ലേലൂയ എന്റെ മകനായിരിക്കുമോ, ഇതെന്റെ മകനായിരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ച് അപ്പൻ വരുന്നവരെ പോകുന്നവരെയൊക്കെ കുറിച്ച് ഇങ്ങനെ നോക്കും. പക്ഷേ ഹല്ലേലൂയ ദൈവമക്കളെ, ഒരു സുപ്രഭാതത്തിൽ ഇതാ മുടി താടിയെല്ലാം വളർന്ന വികൃത രൂപത്തിൽ മുഷിഞ്ഞ ഡ്രസ്സില് ഒരു മകൻ ഗേറ്റിന്റെ മുൻപിൽ നിൽക്കുന്നു. അപ്പൻ ദൂരത്തിൽ നിന്ന് നോക്കി, നന്നായിട്ട് നോക്കിയപ്പോൾ അപ്പന് മനസ്സിലായി അപ്പന്റെ മകൻ തന്നെയാ. അപ്പൻ അവിടുന്ന് ഓടി ഗേറ്റിന്റെ അരിയിലേക്ക് ഓടി വന്നു. പ്രിയരെ, അപ്പൻ ഓടി വന്ന് മകനെ കെട്ടിപ്പിടിച്ചു. അതേപോലെ മകനും അപ്പനെ വാരി കെട്ടിപ്പിടിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മകൻ അപ്പനോട് പറയുന്നപ്പ, അപ്പന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പ. എന്നാൽ അപ്പൻ എന്താ പ്രിയരെ ചെയ്തത്? അപ്പൻ മകനെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് കൊണ്ടുപോയി. എന്നാൽ അന്ന് ആ അപ്പൻ നഷ്ടപ്പെട്ട മകൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ മകൻ തിരികെ വന്നപ്പോൾ വലിയൊരു സത്യം, ഒരു വലിയ വിരുന്നുണ്ടാക്കി. ആ മോതിരം, കൈക്ക് നല്ല മോതിരം ഇട്ട് കൊടുത്തു, നല്ല ഡ്രസ്സൊക്കെ ഒക്കെയും അണിയിച്ച് മകന് വേണ്ടി ഒരു വലിയ വിരുന്നവിടെ ഉണ്ടാക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലെ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ അപ്പൻ അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കാണാതെ പോയതിനെ രക്ഷിപ്പാനായി ഹല്ലേലൂയ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത് നിന്നെയും എന്നെയും തിരഞ്ഞെടുക്കുവാനും നമ്മളെ ചേർത്ത് കൊണ്ടുപോകുവാണ്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ ഈ ലോകത്തിൽ അപ്പൻ ഇങ്ങനെയെങ്കിൽ നമ്മളെ അപ്പൻ നമുക്കായി എന്തെല്ലാം കരുതി വെച്ചിരിക്കുന്നു. ആ അപ്പന്റെ അരികിലേക്ക് നമുക്ക് പോകേണ്ട പ്രിയരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൻ ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പൻ ഇരിക്കുന്ന ഇടത്തേക്ക് നമുക്ക് പോകേണ്ട പ്രിയ ദൈവമൈതലേ. ആകയാൽ ആ
അപ്പന്റെ നിർണയം എന്താണ്, നമ്മെ കുറിച്ച് അപ്പൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അപ്പൻ നമ്മളെ കുറിച്ച് എന്ത് പദ്ധതിയാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഈ നാളുകളായി തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞേ അപ്പന്റെ അരികിലേക്ക് നമുക്ക് കടന്നു പോകാം. അപ്പനോട് നമുക്ക് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം പ്രിയ ദൈവ പൈതലേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൾക്ക് ഞാനൊരു വിരാമം കുറിക്കാൻ പോകുക. ദൈവിക പദ്ധതി അഥവാ ദൈവിക വാഗ്ദത്തം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പന്റെ അരികിലേക്ക് നമുക്ക് അടുത്തു വരാം പ്രിയ ദൈവ പൈതലേ. ഈ നാളുകളായി പ്രാർത്ഥനയിൽ നമുക്ക് ശക്തിപ്പെടാം. സ്വർഗീയ പിതാവ് നമ്മളെല്ലാവരെയും സഹായിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ അപ്പനെ നമുക്കൊന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമായി കർത്താവില്ലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആകെ പ്രിയമുള്ള ദൈവ പൈതലേ, ഇന്നീ വചനത്തിന് മുൻപിലായിരിക്കുന്ന കുഞ്ഞെ ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ നാളുകളായി നമുക്ക് കർത്താവിന്റെ സന്നിധികൾ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ദൈവമായി കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിച്ച് മാനിക്കുമാറാകട്ടെ. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു പഴയകാലത്തിന്റെ ഒരു 1-2 ലൈൻ പാടി നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്ത മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. പാപത്ത മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്ത് അണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറമായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറമായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും പരീക്ഷ കണ്ണുകളടിച്ചോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പച്ചായ ഇപ്പോൾ ഞങ്ങൾ കേട്ടതായി വചനം കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും നന്മയും വിടുതലും ആയി തീരട്ടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പ ഞങ്ങൾ ഹല്ലേലൂയ ഇപ്പോൾ കേട്ടതുപോലെ ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളായി കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് അയൽപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ച് മാനിക്കുമാറാകണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കണം. കൃപയ്ക്കുള്ളിൽ അപ്പച്ച പുതിയ രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടാട്ട് സകല നന്മകളും നിറയ്ക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയവച്ചിരിക്കുന്ന ദൈവമക്കളെ, ആദ്യമായിട്ട് ഒരു ക്ഷമ പറഞ്ഞോട്ടെ. എൻ്റെ സമയം 9 മണിയായിരുന്നു. പക്ഷേ ഞാൻ പ്രകൃതിയുടെ ചില ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ ദൈവമക്കളെ അല്പം മുൻപിലായിട്ട് ഒരു 8:45 8:40 പോലെ ഞാനങ്ങ് തുടങ്ങിയതാണ്. എനിക്ക്
എനിക്കറിയാം ആരും തന്നെ അറിഞ്ഞു കാണത്തില്ല എന്ന് നന്നായിട്ട് അറിയാം. എങ്കിലും കുഴപ്പമില്ല, മെസ്സേജ് ഇവിടെ കിടക്കുകയല്ലേ, അതേപോണല്ലോ നിങ്ങൾക്ക് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ഒരു ലൈവിന് വേണ്ടി ഉടനെ തുടങ്ങിയതും എൻ്റെ അഡ്മിന്മാർ ഉടനെ തന്നെ അവർ ഓക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇനി പോരുകയായിരുന്നു. സോ ഇന്നത്തെ മെസ്സേജിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നൽകുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ആരംഭം മുതൽ അവസാനം വരെ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ജോസഫ് ചാക്കോ, പ്രിയപ്പെട്ട കർത്തൃദാസന് നന്ദി പറയുന്നു. ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. എൻ്റെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ എൻ്റെ അഡ്മിന്മാർ ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷെങ്കിൽ അടുത്ത ആഴ്ചയിൽ അത് മഴ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. മഴയുടെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റിവെച്ചെങ്കിലേ പറ്റുകയുള്ളൂ. എങ്കിലും അടുത്ത ആഴ്ച പകൽ 4 മണി ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നു. കുഴപ്പം പ്രകൃതി നമുക്ക് അനുകൂലമാണെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാൻ കഴിയും. എങ്കിലും പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അയക്കുന്ന ദൈവമക്കളെ, എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്നും റോസ്മോൾ ഈറോഡ് എന്ന 2 അക്കൗണ്ട് അത് പ്രിയപ്പെട്ടവരെ ആക്റ്റീവായിട്ട് യൂട്യൂബിലുണ്ട്. നല്ല ആശ്വാസപ്രദമായ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേൾക്കുകയും ചെയ്യാം, ശുശ്രൂഷയും മാനിക്കുക. ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രിയരെ, പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം ദൈവിക നിർണയത്തിന് മുഖ്യത്വം കൊടുത്തുകൊണ്ട് ഇന്നാളുകളായി കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടരാം. കർത്താവിന്റെ വരവോളം ദൈവമായി കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.